സ്വാതന്ത്ര്യദിനത്തിന്റെ പിറ്റേന്ന് അവധി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പത്രം ഏജന്റുമാർ നാളെ സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. നാളെ സംസ്ഥാന വ്യാപകമായി പത്രം വിതരണം ചെയ്യില്ല എന്ന് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. പലതവണ കത്ത് നൽകിയിട്ടും അനുകൂല സമീപനം ഉണ്ടായില്ല എന്നുള്ളതാണ് പരാതി. ഓഗസ്റ്റ് മാസം 2 അവധി വരുന്നതിനാലാണ് നാളെ പത്രം അച്ചടിക്കുന്നതെന്നാണ് മാനേജ്മെന്റുകളുടെ വിശദീകരണം. ഗോപാൽ ശീലാസനൽ വിവരങ്ങൾ നൽകാൻ ശരിയാണ്. ഗോപാൽ, അപ്പോൾ സാധാരണഗതിയിൽ ഓഗസ്റ്റ് 16 പത്രം ഉണ്ടാകാത്തതാണ്, പക്ഷേ നാളെ പത്രമുണ്ട്. അതിലെന്താണ് ഇപ്പോൾ ഏജന്റുമാരുടെ ഒരു വിമർശനം? അവർ പണിമുടക്കുന്നത് എങ്ങനെ ബാധിക്കും കേരളത്തെ? നമുക്കൊന്നും നാളെ പത്രം കിട്ടില്ലേ ഗോപാൽ? അതെ ശിവ, സാധാരണഗതിയിൽ ഈ ഓഗസ്റ്റ് 15 ശേഷമുള്ള തൊട്ടടുത്ത ദിവസം പത്രം ഉണ്ടാകാറില്ല. കാരണം പത്രം ഓഫീസുകൾക്ക് അവധിയായതിനാൽ തന്നെ അന്നേ ദിവസം പത്രവിതരണം ഉണ്ടായിരിക്കുന്നതല്ല എന്ന് തലേന്ന് തന്നെ പത്രത്തിൽ അച്ചടിച്ച് വരുന്നതാണ്. പക്ഷേ കഴിഞ്ഞ വർഷവും ഈ വർഷവും ഈ ഓഗസ്റ്റ് 16 പത്രവിതരണം നടത്താനുള്ളൊരു തീരുമാനമാണ് പത്ര മാനേജ്മെൻറ്റുകൾ എടുത്തത്. കഴിഞ്ഞ വർഷം 16 അവധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റി നൽകാമെന്ന ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തീരുമാനമെങ്കിൽ ഇത്തവണ നിർബന്ധമായും പത്രം 16 വിതരണം ചെയ്യണമെന്ന നിർദ്ദേശമാണ് പല മാനേജ്മെൻറ്റുകളിൽ നിന്നും ഏജന്റുമാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് നാളെ സംസ്ഥാന വ്യാപകമായി പത്രം ഏജന്റുമാർ വ്യാപകമായുള്ള പണിമുടക്ക് അല്ലെങ്കിൽ പ്രതിഷേധ സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. അവധി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നാളെ ഒരിടത്തും ഒരു മാനേജ്മെൻറ്റിൻ്റെയും പത്രം ഒരു ഏജന്റുമാരും വിതരണം ചെയ്യില്ല എന്നതാണ് ന്യൂസ് പേപ്പർ ഏജന്റ്സ് അസോസിയേഷൻ നൽകുന്ന ഒരു അറിയിപ്പ്. ഓഗസ്റ്റ് മാസത്തിൽ 2 അവധികൾ വന്നതുകൊണ്ടാണ്, അതായത് തിരുവോണവും അതിൻ്റെ പിറ്റേന്നായ അവിട്ടത്തിന് പത്രം ഉണ്ടാകാറില്ല. അതുപോലെ തന്നെ ഓഗസ്റ്റ് 15 ശേഷമുള്ള 16 പത്രം ഉണ്ടാകാറില്ല. അത്തരത്തിൽ ഓഗസ്റ്റ് മാസം 2 അവധികൾ വന്നതുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനമെടുത്തത് എന്നാണ് പത്ര മാനേജ്മെൻറ്റുകളുടെ വിശദീകരണം. ഇതിനോടകം തന്നെ ഈ വിഷയം ചർച്ചയായതിൻ്റെ പശ്ചാത്തലത്തിൽ പല മാനേജ്മെൻറ്റുകളും നാളെ പത്രം വിതരണം ചെയ്യേണ്ട, പക്ഷേ പകരം മറ്റന്നാൾ 16 പത്രം കൂടി നൽകണമെന്ന ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പല പത്ര മാനേജ്മെൻറ്റുകളിലും ഇത്തരത്തിൽ സഹകരിക്കാൻ തയ്യാറാകുന്നില്ല എന്ന പരാതി കൂടി ന്യൂസ് പേപ്പേഴ്സ് ഏജന്റ്സ് അസോസിയേഷൻ പറയുന്നുണ്ട്. എന്താണെങ്കിലും നാളെ പത്രം ഏറ്റെടുക്കാനോ അത് വിതരണം ചെയ്യാനോ തയ്യാറല്ല എന്നതാണ് അസോസിയേഷന്റെ നിലവിലെ തീരുമാനം. ശരി ഗോപാൽ.